ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ, നിങ്ങളുടെ തലമുടി മുതൽ കാൽപാദം വരെ നിങ്ങൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി നിങ്ങൾ ഏത് ഏജിലുള്ള സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടോ. ഈവൻ നിങ്ങൾ പെൺകുട്ടി ആയിക്കോട്ടെ, മിഡിൽ ഏജുള്ള ആളായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളായിക്കോട്ടെ, ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ കെയർ, സ്കിൻ കെയർ, ഹെൽത്ത് കെയർ, ഇൻറ്റിമേറ്റ് ഏരിയ കെയർ, അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ഗുഡായിട്ട് നടക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ മാർക്കറ്റിലൊക്കെ കാണുന്ന കുറേ പ്രൊഡക്ട്സിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടും. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ബേസിക് ആയിട്ട് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഏരിയ ഹൈജീൻ, അതായത് ഇപ്പോൾ അണ്ടർ ആംസിലായിക്കോട്ടെ, അല്ലെങ്കിൽ തൊടയുടെ ഇടുക്കിലായിക്കോട്ടെ, വജൈനൽ ഏരിയ ആയിക്കോട്ടെ, അതൊക്കെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലുണ്ട്. എത്ര ടിപ്പ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഓൾമോസ്റ്റ് ഒരു 30 to 34 ടിപ്സ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. സോ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് വേഗം വന്നോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിൽ നിന്ന് തുടങ്ങാം അല്ലേ. നിങ്ങൾ മാർക്കറ്റിൽ കാണിക്കുന്ന കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് മേടിച്ചിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്കിൻ എന്താണ്, അത് ഹെൽത്തി ആണോ ഹെൽത്തി അല്ലേ, അതിൽ എന്തൊക്കെ കൺസേൺസ് ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ കൊണ്ടുപോയിട്ട് കുറേ പ്രൊഡക്റ്റ് വാരി തേക്കാനായിട്ട് കേട്ടോ. ഞാനടക്കമുള്ള കുറേ ആൾക്കാർക്ക് അറിയില്ല. ഷൈനിങ് വരും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കാണിക്കുമ്പോൾ ഷൈനിങ്ങിനുള്ളത്, പിമ്പിൾ പോകുന്ന പറഞ്ഞിട്ട് ആരെങ്കിലും കാണിക്കുമ്പോൾ പിമ്പിളിനുള്ളത്, അതുപോലെ ഇങ്ങനെ തിളങ്ങും പളപളാന്നാവുമെന്ന് പറയുമ്പോൾ പളപളാന്നാക്കാനുള്ളത്. ആക്ച്വലി ഇതൊന്നല്ല നിങ്ങളുടെ സ്കിന്നിന് വേണ്ടത്. നിങ്ങളിങ്ങനെ നോക്കുക. ഇപ്പോൾ എൻ്റെ സ്കിന്നാണെങ്കിൽ ഇത് ആക്നെ പോയതിൻ്റെ കുറേ മാർക്സ് ഉണ്ട്, ഉറങ്ങാഞ്ഞിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതുപോലെ എൻ്റെ ഇവിടെ ഇങ്ങനെ കുറേ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നെറ്റിയിൽ കുറേ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, താടിയിൽ കുറേ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അൺഈവൻ സ്കിൻ ടോൺ ആണ്. ഇതൊക്കെയാണ് എൻ്റെ സ്കിന്നിനുള്ള പ്രോബ്ലംസ്. ഇനി നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം വൈ ഇതൊക്കെ എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. നല്ലപോലെ വെയിൽ കൊണ്ടിട്ടുണ്ട്, നല്ലോണം ടാൻ ആയിട്ടുണ്ട്, എനിക്ക് PCOS ഉണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും അൺഈവൻ സ്കിൻ ടോണും പിഗ്മെൻറ്റേഷനും വരും. അതുപോലെ ഹോർമോണൽ ആക്നെ നിർബന്ധമായിട്ടും വരും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ പെട്ടെന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ സ്കിൻ കെയറിൽ പാർട്ടാവാൻ. അപ്പോൾ ഞാനിത് പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ സ്കിന്നിനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹെയർ ഫോളോ, ആവശ്യമില്ലാണ്ട് ഡാൻഡ്രഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുക. ഇത് അധികം നിങ്ങൾ ഈ കണ്ട പ്രൊഡക്റ്റൊക്കെ വാരി തേക്കുന്നതിനേക്കാൾ മുന്നേ ആദ്യം ചെയ്യേണ്ടത് അതാണ്, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക PCOS PCOD അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ട്രീറ്റ് ചെയ്യുക. അതാണ് മൂല കാരണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സ്കിൻ കെയർ ചെയ്യാനായിട്ട്. ഇനി നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ വന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി, അതായത് പ്ലെയിൻ വാട്ടർ ഇട്ട് മുഖം കഴുകി ഒരു ½ an hour കഴിയുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഓയിലി ആണോ ഡ്രൈ ആണോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണോ എന്നുള്ളത്. ഡ്രൈ ആണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരു എണ്ണമയോ ഒരു ഷൈനിങ്ങോ ഒരു തിളക്കോ ഒന്നും ഉണ്ടാവില്ല, ഡ്രൈ ആയിരിക്കും. അതല്ല കോമ്പിനേഷൻ ആണെന്ന് അറിയാമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിളങ്ങും. എൻ്റെ ഇവിടെയും നന്നായിട്ട് തിളങ്ങും കേട്ടോ. നല്ലപോലെ കോമ്പിനേഷൻ സ്കിന്നാണ്. പിന്നെ ഇവിടെയും ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും. ചിലർക്ക് ഓരോ ഭാഗം ഡ്രൈ ആയിരിക്കും, ഓരോ ഭാഗം ഓയിലി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോമ്പിനേഷൻ സ്കിന്നാണ്. ഇനി അതെല്ലാം മുഖം മൊത്തത്തിൽ ഒരു ഓയിലി ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻ ആവുന്നതും കോമ്പിനേഷൻ സ്കിൻ ആവുന്നതും ഡ്രൈ സ്കിൻ ആവുന്നതും ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇതൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. ഇനി നിങ്ങളുടെ സ്കിന്നിനെ എങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകാം, ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലൻസർ വാങ്ങിക്കുക. ഈവൺ ഇപ്പോൾ മിനിമലിസ്റ്റിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക സെറ്റഫിൽ ആയിക്കോട്ടെ, ഇതൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സാണ്. ഏതെങ്കിലും ഒരു ക്ലെൻസർ വാങ്ങുക. ഇനി നാച്ചുറലായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കടലമാവ് അല്ലെങ്കിൽ മുൾട്ടാനി മിട്ടി അങ്ങനെയുള്ള ക്ലേ മാസ്കുകൾ നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ട്രൈ ചെയ്യുക. ഇനി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് കുറച്ച് ഓയിലി ആക്കുന്ന ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൽ കുറച്ച് മോയ്സ്ചർ നിൽക്കുന്നത്, ഈ മോയ്സ്ചർ എടുത്ത് കളയുന്നതാണ് കടലമാവ് അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, ഡ്രൈ സ്കിന്നുകാർ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്കിന്ന് യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യമാണ്, നിങ്ങൾ സ്ക്രബ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിനെ നശിപ്പിക്കാതിരിക്കുക. എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതും സ്ക്രബ് ചെയ്യുന്നതും രണ്ടാണ്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും, ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സും വന്ന് പറയുന്നതാണ് ആഴ്ചയിൽ 2 തവണയെങ്കിലും ആഴ്ചയിൽ 1 തവണയെങ്കിലും സ്ക്രബ് ചെയ്യുക എന്നുള്ളത്. അത്രയും ബ്ലാക്ക് ഹെഡോ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്ക്രബ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലി ഒരു പാക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങളുടെ ഡെഡ് സ്കിൻ സെൽസൊക്കെ പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ വെറുതെ നിങ്ങൾ
ഒരുപാട് സ്ക്രബൊന്നും ഇട്ടിട്ട് മുഖത്തിന് വാരി വലിച്ച് ഒരതണ്ട. നിങ്ങളുടെ പിമ്പിളൊന്നും അതിൻ്റെ പേരിൽ പോകാനായിട്ട് പോകുന്നില്ല, ഈവൻ കൂടുള്ളൂ. നിങ്ങൾക്കൊരു ആക്റ്റീവായിട്ട് പിമ്പിളോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടി വരും. പിന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വേറൊരു മിസ്റ്റേക്കാണ്, ഒരുപാട് ഈ വീഡിയോ മേ ബി ഇത്തിരി ലെങ്ത് ഉണ്ടാവട്ടെ, ഞാൻ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം, എന്നാലും കൂടെ പറയണം. നിങ്ങൾ വേറൊരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പോകുന്നതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫേസ് വാഷ് ഇടുക എന്നുള്ളത്. ഡെയിലി ഒരു തവണ അല്ലെങ്കിൽ 2 തവണ നിങ്ങൾ ഫേസ് വാഷ് ഇട്ടാൽ മതി. അതല്ലാത്തപ്പോഴൊക്കെ നിങ്ങൾ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മേക്കപ്പ് റിമൂവർ അല്ലെങ്കിൽ ഒരു മിസ്ലർ വാട്ടർ വെച്ചിട്ട് അത് മേക്കപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി ഒരു മോയ്സ്ചറൈസറും ഇട്ടിട്ട് വേണം നിങ്ങൾ കിടന്നുറങ്ങാനായിട്ട്. അത് നിങ്ങളുടെ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ക്ലെൻസർ പറഞ്ഞു മോയ്സ്ചറൈസർ ആണ് അടുത്ത സാധനം. അത് നിങ്ങൾ മോയ്സ്ചറൈസർ ഇടുന്നത് നിങ്ങളുടെ മുഖം ഇങ്ങനെ ക്ലീൻ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ മുഖത്തുള്ള നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചർ ഉണ്ടല്ലോ, വാട്ടർ കോണ്ടന്റ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സ്കിന്നിനകത്ത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മോയ്സ്ചറൈസർ ഇടുന്നത്. അപ്പോൾ മോയ്സ്ചറൈസറിൻ്റെ പർപ്പസ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങളത് വാങ്ങിച്ചിടുക. കുറേ ആക്റ്റീവ്സ് ഒക്കെ ഉള്ള മോയ്സ്ചറൈസർ നിങ്ങൾ വാങ്ങിച്ചിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. ഈ സെറം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ സെറത്തിൽ ഒരു ആക്റ്റീവ് കോണ്ടന്റ് ഉണ്ടാവും, അതിന് നേരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വേറൊരു ആക്റ്റീവ്സ് നിങ്ങളുടെ മോയ്സ്ചറൈസറിലുണ്ടാവും. ഇത് രണ്ടും പാടെ നിങ്ങൾ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിന്ന് റിയാക്ട് ചെയ്യും. കഴിവിൻ്റെ പരമാവധി ഒരുപാട് ആക്റ്റീവ്സ് ഒന്നുമുള്ള മോയ്സ്ചറൈസർ ഒന്നും വാങ്ങാണ്ട് ന്യൂട്രലായിട്ട് പോകുന്ന മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ചില ആൾക്കാർക്ക് എന്ത് കണ്ണാപ്പി സാധനം വാരി തേച്ചാലും ഒരു കുഴപ്പം മുഖത്തിന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ. ആൻഡ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടുന്ന വേറൊരു കാര്യമാണ് സൺസ്ക്രീൻ. പിന്നെ അത് പറയുമ്പോഴാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും നല്ല സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ സൺസ്ക്രീൻ അല്ല. നിങ്ങളുടെ സ്കിന്നിന് ചിലപ്പോൾ ചെറിയ പൈസയുടെ സൺസ്ക്രീൻ പോലെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ സ്കിൻ കൺസേൺ നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ എൻ്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്, അപ്പോൾ ഇത്രയും വില കുറഞ്ഞതാണെങ്കിലും എനിക്കിത് പറ്റുന്നുണ്ടോ നോക്കാം. മിനിമം നമ്മുടെ പാലക്കാട് പോലത്തെ ഒരു ഏരിയയിൽ നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു SPF 50 തന്നെ നിങ്ങൾ നോക്കി വാങ്ങിച്ചോ. SPF 30 കൊണ്ടൊന്നും നടപടി ആവുന്ന കേസല്ല. പിന്നെ 2 ഫിംഗർ റോള് നിങ്ങൾ മറക്കാതിരിക്കുക, നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ആൻഡ് ഇതാണ് നിങ്ങൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ അഡിക്റ്റ് ആയിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയണ പോലെ തന്നെ. എനിക്ക് ലിപ്സ്റ്റിക്കും കൺമഷിയും ഒക്കെ ഞാൻ എത്രയൊക്കെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് പിന്നെ അതിനുള്ള ടെൻഡൻസി കൂടി വരും. ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാലും എനിക്ക് ലിപ്സ്റ്റിക്കും കൺമഷി ഇടാനുള്ളൊരു ടെംപ്റ്റേഷൻ വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിനെ വീണ്ടും നശിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ലിപ് ബാംസ്. അടിപൊളി ലിപ് ബാമുകളുണ്ട്, ഈവൻ ടിൻറ്റഡ് ലിപ് ബാമുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നല്ലൊരു ലിപ് ബാമിലോട്ട് പോവുക. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയറിനോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് നല്ല കൺസേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ തീരെ ഡ്രൈ ആണ്, സ്കിന്ന് ഡ്രൈ ആയിട്ട് പൊട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹൈറോണിക് ആസിഡ് നോക്കുക. അതേപോലെ നല്ലോണം ടാൻഡ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി നോക്കുക. ഇനി അതെല്ലാം നല്ലോണം കുരു, പിമ്പിൾസ് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് നോക്കാം. എല്ലാവർക്കും ഒരുവിധം ഓക്കെ ആയിട്ട് പോകുന്ന വലിയ തട്ടുകടൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിയാസിനമൈഡ്. അപ്പോൾ അത് നോക്കാം. ഇത് ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമെന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടും. ഓക്കെ, അതാണ് വേറൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത് സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഇനി ഹെയർ കെയറിലേക്ക് വരാം. ഹെയർ കെയറിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒട്ടുമിക്ക ആളുകളും പറയുന്നതാണ് ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഡെയിലി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പുകൾ മൈൽഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യുക. നിങ്ങൾ പുറത്ത് പോയിട്ട് വെയിലൊക്കെ കൊള്ളുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹിജാബ് ചുറ്റുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുക. അത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. മൈൽഡ് ആണെന്ന് കരുതി നിങ്ങൾ വാങ്ങുന്ന ഷാമ്പു അല്ല, മൈൽഡ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് വാങ്ങുക. കാരണം ഞാനിപ്പം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ ഷാമ്പുകൾ മൈൽഡ് അല്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ChatGPT-നോട് വെറുതെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും മൈൽഡ് ആണോ അല്ലേ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഡെയിലി ഓയിൽ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. കംപ്ലീറ്റ്ലി ഡെയിലി ഓയിൽ നമ്മുടെ ഹെയറിന് ആവശ്യമേ ഇല്ല. നിങ്ങളുടെ സ്കാൽപ്പ് അത്രയും ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ സ്കാൽപ്പിനെ കൂളാക്കി വെക്കാനായിട്ട് നോക്കുക. കൂളാക്കുമ്പോൾ തന്നെ ഏറെക്കുറെ അത് സെറ്റാവും. പിന്നെ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഓയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്. പിന്നെ കുറേ കണ്ണി കണ്ട ഓയിൽസൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് നല്ലൊരു വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോക്കനട്ട് ഓയിൽ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ തല ഹീറ്റാണെങ്കിൽ കൂളാക്കുന്ന ഓയിലുകൾ യൂസ് ചെയ്യുക, കൂളാണെങ്കിൽ ഹീറ്റാക്കുന്ന ഓയിലുകൾ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യുക കേട്ടോ.
പിന്നെ ഹെയർ വാഷിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ഡേർട്ട് ഉണ്ടെങ്കിൽ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസോ വീക്ക്ലി ത്രൈസോ ഒക്കെ ഷാമ്പു യൂസ് ചെയ്യാം. കണ്ടീഷണർ യൂസ് ചെയ്യുക ഹെയറിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ പ്രോട്ടീൻ പാക്ക് യൂസ് ചെയ്യുക. അപ്പം നല്ല ഡാൻഡ്രഫുള്ള ആളാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു റെമഡിയാണ്. എനിക്ക് നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട്, അപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യമായിരുന്നു. എഗ്ഗ് എടുക്കുക, എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക, മഞ്ഞയും വെള്ളയും ഒക്കെ ചേർത്തിട്ട് എടുക്കുക. എന്നിട്ട് അതിലൊരു ഹാഫ് ലെമൺ നിങ്ങൾ സ്ക്യൂസ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ആ നാരങ്ങ ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാഡ് സ്മെല്ല് പോകും കേട്ടോ. എന്നിട്ടാണ് നിങ്ങളുടെ തലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ തലേൻ്റെ ഊട്ടിയിൽ മസാജ് ചെയ്ത് തലയിൽ പിടിപ്പിക്കുക. ഒരു 20 മിനിറ്റ്സോളം വെക്കുക. അതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഷാമ്പു ചെയ്ത് കളയുക. ഷാമ്പു ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹെയറിൽ നിങ്ങൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ ഹെയറും ഒക്കെ നല്ലൊരു ക്വാളിറ്റിയും. മെയിൻ എന്ത് ഹെൽത്ത് കെയറും ഹെയർ കെയറും ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടുന്ന മെയിനായിട്ടുള്ള കാര്യമാണ് മിനിമം 2.5 ലിറ്റർ വെള്ളം കുടിക്കുക. 3 ലിറ്റർ ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, വെള്ളം നിങ്ങൾ മസ്റ്റായിട്ട് കുടിച്ച് കയറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. പിന്നെ വരുന്നത് നിങ്ങളുടെ ഓറൽ ഹെൽത്താണ്. ബ്രഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഓ ഞാൻ 2 നേരം ബ്രഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയല്ല. നിങ്ങളുടെ പല്ലിൻ്റെ ഇടുക്കുകൾ നോക്കുക. ഇങ്ങനെ അടുപ്പിച്ചുള്ള ഇടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറ്റേ ഫ്ലോസ് അല്ലെങ്കിൽ ത്രെഡൊക്കെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഡെൻ്റൽ ബ്രഷൊക്കെ കിട്ടും. അതൊക്കെ വെച്ചിട്ട് പല്ലിൻ്റെ ഇടുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതേപോലെ നിങ്ങൾ നാക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പല്ലിൻ്റെ ഉള്ളേരിയ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഓവറോൾ നിങ്ങളുടെ ഓറൽ ഹെൽത്തിന് ഇപ്പോൾ വെരി റീസെൻ്റ്ലി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇത് എന്താ പഠിച്ചവൻ എൻ്റെ അടുത്ത് മുന്നേ ആരും പറഞ്ഞു തരാതിരുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത്. നിങ്ങൾ 1 സ്പൂണ് വെളിച്ചെണ്ണ നിങ്ങളുടെ വായിൽ വയ്ക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റോളം വായ കുപ്പിളിക്ക് ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കേണ്ടി വരും കേട്ടോ. 1 സ്പൂൺ എടുക്കുന്ന വെളിച്ചെണ്ണ തന്നെ നിങ്ങളുടെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വായ നിറയാവും. കാരണം നമ്മുടെ വായിലെ സലൈവയും ഉമിനീരൊക്കെ പാടെ വരണ്ടോന്നാണല്ലോ, ഒക്കെ പാടെ വന്നിട്ട് വായ നിറയാതാവും കേട്ടോ. എന്നിട്ട് നിങ്ങൾ തുപ്പിക്കളയുക. എന്നിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യുക എന്നുള്ളത് രാവിലെ ചെയ്യുക. പിന്നെ ഇതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണെങ്കിൽ ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ബോഡിക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാഡ് ഓർഡർ ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് ബാഡ് ഓർഡർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നന്നല്ലാത്ത വേർപ്പിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ ഇടങ്ങേറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ആലം സ്റ്റോൺ ആണ്. ആലം സ്റ്റോൺ നിങ്ങളുടെ തൊടയുടെ ഇടുക്കിലുള്ള കറുപ്പ് കളർ കളയാനായിട്ട് സഹായിക്കും. അതേപോലെ കയ്യിൻ്റെ കക്ഷത്തെ കറുപ്പ് കളർ മാറ്റാൻ സഹായിക്കും. അതായത് അതിനൊരു മണവും ഇല്ല, നമ്മുടെ ബ്ലാക്ക് ഓർഡർ ഉണ്ടാക്കില്ല. പിന്നെ നിങ്ങൾ ബോഡി കെയർ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നിങ്ങളുടെ നേവൽ. ചില ആളുകളുടെ പൊക്കിൾ ഉള്ളിലോട്ടായിരിക്കും. അപ്പോൾ ഈ ഉള്ളിലോട്ടിരിക്കുന്ന പൊക്കളുടെ ഉള്ളിൽ പഞ്ഞി പോലെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പഞ്ഞി വരും. ചിലരുടെ ഇടയിൽ കറുത്ത കളറിൽ അഴുക്ക് നിൽക്കും. അപ്പോൾ പൊക്കിൾ ക്ലീൻ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഹാർഷായിട്ടുള്ള ഒരു സാധനം അവിടെ കൊണ്ടിടാതിരിക്കുക. കാരണം വജൈന എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി തനിയെ ക്ലീൻ ആവുന്ന, അതായത് നാച്ചുറലി ക്ലീൻ ആവുന്ന ഒരു സാധനമാണ്. അപ്പോൾ വജൈനൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. പിന്നെ നിങ്ങൾക്ക് ഇച്ചിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കല്ലുപ്പ് ഇട്ടിട്ട് നല്ലപോലെ ചൂടുവെള്ളം വെച്ചിട്ട് കഴുകിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒപ്പിയെടുക്കുക. മെയിൻ ഹൈജീൻ വജൈനൽ കെയറിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം ഓരോ തവണ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും നിങ്ങളത് കൃത്യമായിട്ട് അവിടെ ഡ്രൈ ആക്കി വെക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രോബ്ലംസ് സോൾവ് ആവും. അതിൻ്റെ മെയിൻ കാര്യം വരുന്നതാണ് നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് ഹൈജീൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ടാംപോൺ യൂസ് ചെയ്യുന്നത് ഹൈജീൻ്റെ ഭാഗമാണ്, പാഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ മെൻസ്ട്രൽ സൈക്കിളിന് ഒക്കെ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ചിലർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, വജൈനൽ ഏരിയ പെയിൻ ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഈ മെൻസ്ട്രൽ കപ്പ് അതിനകത്തേക്ക് കുത്തിത്തിരിക്കലും ഊരിയെടുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം പാഡ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ഹെക്റ്റിക് ആക്കുന്ന കാര്യം. അപ്പോൾ അവർക്ക് മെൻസ്ട്രൽ കപ്പ് ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഏതാണോ നിങ്ങൾക്ക് ഹൈജീനിക് ആയിട്ട് തോന്നുന്നത്, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഏതാണെങ്കിലും ഇപ്പോൾ ഈവൻ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ടാംപോൺ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പാഡാണെങ്കിലും നിങ്ങൾ ഒരു 6 അവേഴ്സിലെങ്കിലും അതിനൊന്ന് ടേക്ക് കെയർ ചെയ്യുക, അത് മാറ്റാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ എംപ്റ്റി ആക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതൊക്കെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഓടിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇതിന് ഓരോന്നിനും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ തരാം. ടൈം ഭയങ്കരമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഈവനിങ് ആകുമ്പോൾ ഒന്ന് ബെഡ്റൂമിലൊക്കെ പോണ സമയത്ത് നിങ്ങൾ ഒരു കാര്യം നോക്കി വയ്ക്കോ, നിങ്ങളുടെ ഉറക്കം ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടാവും. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. മസ്റ്റായിട്ടൊരു 7 to 8 hours എങ്കിലും ഉറങ്ങാം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്നറിയോ?
നിങ്ങളെ ഹസ്ബൻഡും നിങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ അടിപൊളിയാവും. കാരണം നിങ്ങളുടെ മാറ്റം ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് നിങ്ങളുടെ മാരിറ്റൽ ലൈഫ് സക്സസ് ആവും. നിങ്ങളുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധം അടിപൊളിയാവും. ഇതിനൊക്കെ മെയിൻ റീസൺ വരുന്നതെന്ന് അറിയാം, നിങ്ങൾ സെൽഫായിട്ട് ലവ് ചെയ്യാനും കെയർ ചെയ്യാനും തുടങ്ങി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടാവും. ഇത് സെൽഫ് ലവിൻ്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുനടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റും. ആൻഡ് മെയിൻലി വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരാണ്, ഒരു 20 to 30 minutes വർക്കൗട്ട് ഇവളൊന്ന് നടന്നാൽ പോലും മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ പാടെ ചേർത്തിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ വേണമെങ്കിൽ, ഇഫ് യു ആർ റിയലി ക്യൂരിയസ് അബൌട്ട് ഇറ്റ്, നിങ്ങൾക്ക് ഇതാ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അടുത്ത വീഡിയോ ഞാൻ വരാം. സോ അതുവരേക്കും ബൈ ബൈ.